ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന നല്ല ചിക്കനും വെജിറ്റബിളും എല്ലാം ഇട്ടുള്ളൊരു നല്ലൊരു റൈസാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഈ 400 ഗ്രാം ചിക്കൻ നമുക്ക് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. വളരെ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കൻ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ. ഞാൻ ഈ ചിക്കൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി കട്ടിയും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ റൈസ് ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ നമ്മൾ വെജിറ്റബിളൊക്കെ ഇട്ടുണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഈ റൈസിന്. നമുക്കിങ്ങനെ ചിക്കൻ ഇളക്കിയിട്ട് കൊടുക്കണം, നന്നായിട്ടൊന്ന് വെന്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ട വെജിറ്റബിളാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ചുമല, പിന്നെ ക്യാരറ്റ്, പിന്നെ കൂണ്. ഇത്രയാണ് ഞാൻ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ഒരു 1 ടീസ്പൂൺ, പിന്നെ ഇഞ്ചി ഒരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഈ പാത്രത്തിനകത്ത് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ ബട്ടറൊന്നും ചേർത്തിട്ടില്ല. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന തക്കാളി 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ തക്കാളിയുടെ കെച്ചപ്പ് ഞാൻ ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം മതി. ഇതിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം കൂടെ നമുക്ക് ഇട്ടു കൊടുക്കും. കാരണം വെജിറ്റബിൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ്ട, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിവിടെ കൂണൊക്കെ ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ പച്ചക്കറി നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഈ സമയം ഇതിലേക്ക് ഉപ്പ് ഉണ്ടോ നോക്കിയിട്ട് ഉപ്പ് ചേർത്തും കൂടെ കൊടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന കുറച്ച് കുരുമുളക് പൊടിയാണ്. ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇതിനകത്ത് പച്ചമുളകൊന്നും ചേർക്കുന്നില്ലല്ലോ എരിവിന്. ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു 5 മിനിറ്റും കൂടെ ചിക്കനും വെജിറ്റബിളിനോട് വേവിക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം ചിക്കനും കൂടെ അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് ഒന്നും കൂടെ നോക്കണം. കാരണം ചിക്കനൊക്കെ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്താണ്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഈ സമയം മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിച്ചപ്പ് ഇല്ലാത്തതാണ് ചേർത്ത് കൊടുക്കാത്തത്. എനിക്കിപ്പോൾ നമ്മുടെ വെജിറ്റബിൾ എല്ലാം വെന്തിട്ടുണ്ട്. ചിക്കനെല്ലാം നന്നായിട്ട് ഇതിനകത്ത് വെന്ത്
ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ചോറ് 500 ഗ്രാം ചോറാണ് എടുത്തിരിക്കുന്നത്, 1/2 കിലോ ചോറ് റൈസ്. അത് ഞാൻ വേവിച്ച് വെച്ചിരുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബിരിയാണി റൈസിൻ്റെ ചോറില്ലേ, ആ അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ചോറും കൂടെ ചേർക്കുന്നത് കൊണ്ട് നമ്മൾ ചോറ് ഉപ്പിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ നമ്മൾ ആദ്യം പച്ചക്കറി ചേർക്കുമ്പോൾ വേവിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. നോക്കിയേ, അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ എല്ലാം ഇട്ട് ചിക്കനും വെജിറ്റബിൾ ഇട്ടാണ് നല്ല അടിപൊളി റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു.